നമസ്കാരം, എല്ലാവർക്കും അഡ്ഹോക് ലേണിംഗിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ തസ്നി. കേരള PSC 65ാം വാർഷികത്തിനോടനുബന്ധിച്ചുള്ള PSC ബുള്ളറ്റിന്റെ വിശേഷാൽ പതിപ്പ് 2024 നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 35 വർഷത്തെ PSC പരീക്ഷകളിൽ ആവർത്തിച്ചു വന്ന പൊതുവിജ്ഞാന ചോദ്യങ്ങൾ 5000 കറന്റ് അഫയേഴ്സ് 400 പ്രസ്താവന ചോദ്യങ്ങളുമാണ് നമ്മൾ പരിചയപ്പെടുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കേരള ചരിത്രത്തിലെ യൂറോപ്യന്മാരുടെ വരവും സംഭാവനകളുമാണ് ചർച്ച ചെയ്തത്. ഇന്ന് നമുക്ക് തിരുവിതാംകൂർ ചരിത്രത്തെ കുറിച്ച് നോക്കാം. മാർത്താണ്ഡവർമ്മയുടെ കാലഘട്ടം എന്ന് പറയുന്നത് 1729 മുതൽ 1758 വരെയാണ്. ആധുനിക തിരുവിതാംകൂറിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് മാർത്താണ്ഡവർമ്മയാണ്. ആധുനിക തിരുവിതാംകൂറിന്റെ ശില്പിയാണ് മാർത്താണ്ഡവർമ്മ. മാർത്താണ്ഡവർമ്മ തിരുവിതാംകൂറിൽ ഭരണമേറ്റ വർഷം 1729. മാർത്താണ്ഡവർമ്മ തിരുവിതാംകൂറിൽ ഭരണമേറ്റ വർഷമാണ് 1729. ആധുനിക അശോകൻ എന്നറിയപ്പെട്ട തിരുവിതാംകൂർ രാജാവാരാണ്? മാർത്താണ്ഡവർമ്മ. ആധുനിക അശോകൻ എന്നറിയപ്പെട്ട തിരുവിതാംകൂർ രാജാവ് മാർത്താണ്ഡവർമ്മ. ആധുനിക തിരുവിതാംകൂറിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് മാർത്താണ്ഡവർമ്മ. ആധുനിക അശോകൻ എന്നറിയപ്പെട്ട തിരുവിതാംകൂർ രാജാവ് മാർത്താണ്ഡവർമ്മ. എവിടുത്തെ റാണിയാണ് ഡച്ചുകാരുടെ സഹായത്തോടെ മാർത്താണ്ഡവർമ്മയെ എതിർത്തത്? കൊട്ടാരക്കര. ഇളയിടത്ത് സ്വരൂപം. കൊട്ടാരക്കര റാണിയാണ് ഡച്ചുകാരുടെ സഹായത്തോടെ മാർത്താണ്ഡവർമ്മയെ എതിർത്തത്. തിരുവനന്തപുരം ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ ഒറ്റക്കൽ മണ്ഡപം പണി കഴിപ്പിച്ച രാജാവാണ് മാർത്താണ്ഡവർമ്മ. ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ മുറജപവും ഭദ്രദീപവും ആരംഭിച്ച രാജാവാണ് മാർത്താണ്ഡവർമ്മ. ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ മുറജപവും ഭദ്രദീപവും ആരംഭിച്ച രാജാവ് ഏതാണ്? ആരാണ്? മാർത്താണ്ഡവർമ്മ. മാർത്താണ്ഡവർമ്മ തൃപ്പടിദാനം നടത്തിയ വർഷമാണ് 1750. മാർത്താണ്ഡവർമ്മ തൃപ്പടിദാനം നടത്തിയ വർഷമാണ് 1750. കുഞ്ചൻ നമ്പ്യാരുടെ പുരസ്കർത്താക്കളായിരുന്ന തിരുവിതാംകൂർ രാജാക്കന്മാരാണ് മാർത്താണ്ഡവർമ്മയും ധർമ്മരാജയും. മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് തിരുവിതാംകൂർ രാജവിസ്തൃതി വർദ്ധിപ്പിക്കുന്നതിനായുള്ള പ്രവർത്തനങ്ങളുടെ സൂത്രധാരൻ ആരായിരുന്നു? രാമയ്യൻ ദളവ. മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് തിരുവിതാംകൂർ രാജ്യവിസ്തൃതി വർദ്ധിപ്പിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളുടെ സൂത്രധാരൻ രാമയ്യൻ ദളവയായിരുന്നു. ശ്രീ പത്മനാഭദാസൻ എന്ന സ്ഥാനപ്പേരോടെ തിരുവിതാംകൂർ ഭരിച്ച ആദ്യ രാജാവാണ് മാർത്താണ്ഡവർമ്മ. ശ്രീ പത്മനാഭദാസൻ എന്ന സ്ഥാനപ്പേരോടെ തിരുവിതാംകൂർ ഭരിച്ച ആദ്യ രാജാവാണ് മാർത്താണ്ഡവർമ്മ. രാജ്യവിസ്തൃതി ഏറ്റവും കൂടുതൽ വർദ്ധിപ്പിച്ച തിരുവിതാംകൂർ രാജാവാണ് മാർത്താണ്ഡവർമ്മ. രാജ്യവിസ്തൃതി ഏറ്റവും കൂടുതൽ വർദ്ധിപ്പിച്ച തിരുവിതാംകൂർ രാജാവാണ് മാർത്താണ്ഡവർമ്മ. തിരുവിതാംകൂറിൽ ആദ്യമായി പതിവ് കണക്ക്, അതായത് വാർഷിക ബജറ്റ് അവതരിപ്പിച്ച ഭരണാധികാരിയാണ് മാർത്താണ്ഡവർമ്മ. തിരുവിതാംകൂറിൽ ആദ്യമായി പതിവ് കണക്ക് അല്ലെങ്കിൽ വാർഷിക ബജറ്റ് അവതരിപ്പിച്ച ഭരണാധികാരിയാണ് മാർത്താണ്ഡവർമ്മ. മാർത്താണ്ഡവർമ്മയുടെ ഭരണനയം വിശേഷിപ്പിക്കപ്പെടുന്നത് ഏത് രീതിയിലാണ്? ചോരയുടെയും ഇരുമ്പിന്റെയും നയം. മാർത്താണ്ഡവർമ്മയുടെ ഭരണനയം വിശേഷിപ്പിക്കപ്പെടുന്നത് ചോരയുടെയും ഇരുമ്പിന്റെയും നയം എന്ന രീതിയിലാണ്. അങ്ങനെ നമ്മൾ മാർത്താണ്ഡവർമ്മയെ കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി അടുത്തത് നമുക്ക് കാർത്തിക തിരുനാൾ രാമവർമ്മയെ കുറിച്ച് നോക്കാം. കാലഘട്ടം ഏതായിരുന്നു? 1758 മുതൽ 1798 വരെ. തിരുവിതാംകൂർ ഭരിച്ച കാർത്തിക തിരുനാൾ രാമവർമ്മ ഏത് പേരിലാണ് പ്രസിദ്ധൻ? ധർമ്മരാജ എന്ന പേരിലാണ് പ്രസിദ്ധൻ. തിരുവിതാംകൂർ ഭരിച്ച കാർത്തിക തിരുനാൾ രാമവർമ്മ ധർമ്മരാജ എന്ന പേരിലാണ് പ്രസിദ്ധൻ. ആധുനിക തിരുവിതാംകൂർ ഏറ്റവും കൂടുതൽ കാലം ഭരിച്ച രാജാവാണ് ധർമ്മരാജാവ്. ആധുനിക തിരുവിതാംകൂർ ഏറ്റവും കൂടുതൽ കാലം ഭരിച്ച രാജാവാണ് ധർമ്മരാജാവ്. കാലഘട്ടം നോക്കിയേ, 1758 മുതൽ 1798 വരെ. കിഴവൻ രാജ എന്നും അറിയപ്പെട്ട തിരുവിതാംകൂർ രാജാവാണ് ധർമ്മരാജാവ്. കിഴവൻ രാജ എന്നും അറിയപ്പെട്ട തിരുവിതാംകൂർ രാജാവാണ് ധർമ്മരാജാവ്. 1788 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായി കരാറിൽ ഏർപ്പെട്ട തിരുവിതാംകൂർ രാജാവാണ് ധർമ്മരാജാവ്. 1788 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായി കരാറ് ഏർപ്പെട്ട തിരുവിതാംകൂർ രാജാവാരായിരുന്നു? ധർമ്മരാജാവ്. പഴശ്ശി രാജാവിന്റെയും ശക്തൻ തമ്പുരാന്റെയും സമകാലികനായിരുന്ന തിരുവിതാംകൂർ രാജാവാണ് ധർമ്മരാജാവ്.
പഴശ്ശിരാജാവിന്റെയും ശക്തൻ തമ്പുരാന്റെയും സമകാലികനായിരുന്ന തിരുവിതാംകൂർ രാജാവാണ് ധർമ്മരാജാവ്. രണ്ടാം തൃപ്പടിദാനം നടത്തിയ തിരുവിതാംകൂർ രാജാവ് കാർത്തിക തിരുനാൾ രാമവർമ്മ. രണ്ടാം തൃപ്പടിദാനം നടത്തിയ തിരുവിതാംകൂർ രാജാവാണ് കാർത്തിക തിരുനാൾ രാമവർമ്മ. തിരുവിതാംകൂറിലെ ഏത് രാജാവിന്റെ കാലത്താണ് തലസ്ഥാനം പത്മനാഭപുരത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് മാറ്റിയത്? ധർമ്മരാജാവിന്റെ കാലത്ത്. തിരുവിതാംകൂറിലെ ധർമ്മരാജാവിന്റെ കാലത്താണ് തലസ്ഥാനം പത്മനാഭപുരത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് മാറ്റിയത്. ഏത് തിരുവിതാംകൂർ രാജാവിന്റെ പ്രഗത്ഭ ദിവാനായിരുന്നു രാജകേശവദാസ്? ധർമ്മരാജാവിന്റെ പ്രഗത്ഭ ദിവാനായിരുന്നു രാജ കേശവദാസ്. ഏത് രാജാവിന്റെ കാലത്താണ് തിരുവിതാംകൂർ മൈസൂരിലെ ടിപ്പു സുൽത്താന്റെ ആക്രമണ ഭീഷണി നേരിട്ടത്? ധർമ്മരാജാവിന്റെ കാലത്താണ് തിരുവിതാംകൂർ മൈസൂരിലെ ടിപ്പു സുൽത്താന്റെ ആക്രമണ ഭീഷണി നേരിട്ടത്. ആലങ്ങാടും പറവൂരും തിരുവിതാംകൂറിനോട് കൂട്ടിച്ചേർത്ത തിരുവിതാംകൂർ രാജാവാണ് ധർമ്മരാജാവ്. ഒന്ന് നോക്കാം. ആലങ്ങാടും പറവൂരും തിരുവിതാംകൂറിനോട് കൂട്ടിച്ചേർത്ത തിരുവിതാംകൂർ രാജാവാണ് ധർമ്മരാജാവ്. അടുത്തത് നമുക്ക് അവിട്ടം തിരുനാൾ ബാലരാമവർമ്മയെ കുറിച്ച് നോക്കാം. കാലഘട്ടം ഏതായിരുന്നു? 1798 മുതൽ 1810 വരെ. രാജ കേശവദാസനെ ദിവാൻ പദവിയിൽ നിന്ന് നീക്കിയത് ഏത് രാജാവിന്റെ കാലത്താണ്? അവിട്ടം തിരുനാൾ ബാലരാമവർമ്മയുടെ കാലത്താണ്. രാജ കേശവദാസിനെ കുറിച്ച് നമ്മൾ മുമ്പ് ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏത് തിരുവിതാംകൂർ രാജാവിന്റെ പ്രഗത്ഭ ദിവാനായിരുന്നു രാജ കേശവദാസ്? ധർമ്മരാജാവിന്റെ പ്രഗത്ഭ ദിവാനായിരുന്നു ആര്? രാജ കേശവദാസ്. ഈ രാജ കേശവദാസിനെ ദിവാൻ പദവിയിൽ നിന്ന് നീക്കിയത് അവിട്ടം തിരുനാൾ ബാലരാമവർമ്മയുടെ കാലത്താണ്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തിരുവിതാംകൂറുമായി 1805 ഉടമ്പടി ഒപ്പുവെക്കുന്ന സമയത്ത് രാജാവ് ആരായിരുന്നു? അവിട്ടം തിരുനാൾ ബാലരാമവർമ്മ. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തിരുവിതാംകൂറുമായിട്ട് 1805 ഒരു ഉടമ്പടി ഒപ്പുവെക്കുന്ന സമയത്ത് ആ സമയത്തെ രാജാവായിരുന്നു അവിട്ടം തിരുനാൾ ബാലരാമവർമ്മ. തിരുവിതാംകൂർ പൂർണ്ണമായും ബ്രിട്ടീഷ് അധീനതയിലായ സമയത്ത്, അതായത് 1805, തിരുവിതാംകൂർ രാജാവ് ആരായിരുന്നു? അവിട്ടം തിരുനാളായിരുന്നു. അതായത് തിരുവിതാംകൂർ പൂർണ്ണമായും ബ്രിട്ടീഷ് അധീനതയിലായ സമയത്ത് തിരുവിതാംകൂർ രാജാവ് അവിട്ടം തിരുനാളായിരുന്നു. ഏത് രാജാവിന്റെ കാലത്താണ് തിരുവിതാംകൂറിന് സ്വയം ഭരണാധികാരം നഷ്ടമായത്? അവിട്ടം തിരുനാൾ രാജാവിന്റെ കാലത്താണ്. അവിട്ടം തിരുനാൾ രാജാവിന്റെ കാലത്താണ് തിരുവിതാംകൂറിന് സ്വയം ഭരണാധികാരം നഷ്ടമായത്. വേലുത്തമ്പിയെ ദളവ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്ത രാജാവാണ് അവിട്ടം തിരുനാൾ ബാലരാമവർമ്മ. വേലുത്തമ്പിയെ ദളവ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്ത രാജാവാണ് അവിട്ടം തിരുനാൾ ബാലരാമവർമ്മ. ഏറ്റവും ദുർബലനായ തിരുവിതാംകൂർ രാജാവായി ചരിത്രകാരന്മാർ വിലയിരുത്തുന്നത് ആരെയാണ്? അവിട്ടം തിരുനാളിനെയാണ്. ഏറ്റവും ദുർബലനായ തിരുവിതാംകൂർ രാജാവായി ചരിത്രകാരന്മാർ വിലയിരുത്തുന്നത് അവിട്ടം തിരുനാൾ രാജാവിനെയാണ്. അടുത്തത് നമുക്ക് ഗൗരി ലക്ഷ്മിബായിയെ കുറിച്ച് നോക്കാം. കാലഘട്ടം 1810 മുതൽ 1815 വരെയാണ്. റീജന്റെ പൂർണ്ണ അധികാരങ്ങളുള്ള റാണി എന്നീ പ്രത്യേകതകളോടെ തിരുവിതാംകൂർ ഭരിച്ച ഏക വനിതയാണ് ഗൗരി ലക്ഷ്മിബായി. റീജന്റെ പൂർണ്ണ അധികാരങ്ങളുള്ള റാണി എന്നീ പ്രത്യേകതകളോടെ തിരുവിതാംകൂർ ഭരിച്ച ഏക വനിതയാണ് ഗൗരി ലക്ഷ്മിബായി. തിരുവിതാംകൂറിൽ ഗൗരി ലക്ഷ്മിബായി ഭരണം ഏറ്റെടുത്തത് AD 1810 തിരുവിതാംകൂറിൽ ഗൗരി ലക്ഷ്മിബായി ഭരണം ഏറ്റെടുത്തത് AD 1810 തിരുവിതാംകൂറിൽ ബ്രിട്ടീഷ് മാതൃകയിൽ സെക്രട്ടേറിയറ്റ് സമ്പ്രദായം നടപ്പാക്കിയത് ഏത് ഭരണാധികാരിയുടെ കാലത്താണ്? ഗൗരി ലക്ഷ്മിബായി. തിരുവിതാംകൂറിൽ ബ്രിട്ടീഷ് മാതൃകയിൽ സെക്രട്ടേറിയറ്റ് സമ്പ്രദായം നടപ്പാക്കിയത് ഗൗരി ലക്ഷ്മിബായിയുടെ കാലത്താണ്. ഏറ്റവും കുറച്ചു കാലം ആധുനിക തിരുവിതാംകൂർ ഭരിച്ച ഭരണാധികാരിയാണ് റാണി ഗൗരി ലക്ഷ്മിബായി. ഏറ്റവും കുറച്ചു കാലം ആധുനിക തിരുവിതാംകൂർ ഭരിച്ച ഭരണാധികാരിയാണ് റാണി ഗൗരി ലക്ഷ്മിബായി. തിരുവിതാംകൂറിലെ ദേവസ്വം ക്ഷേത്രങ്ങൾ സർക്കാർ ഏറ്റെടുത്തത് ഏത് ഭരണാധികാരിയുടെ കാലത്താണ്? റാണി ഗൗരി ലക്ഷ്മിബായി. തിരുവിതാംകൂറിലെ ദേവസ്വം ക്ഷേത്രങ്ങൾ സർക്കാർ ഏറ്റെടുത്തത് റാണി ഗൗരി ലക്ഷ്മിബായിയുടെ കാലത്തിലാണ്. തിരുവിതാംകൂറിൽ അടിമ കച്ചവടം നിർത്തലാക്കിയ ഭരണാധികാരിയാണ് റാണി ഗൗരി ലക്ഷ്മിബായി.
അതൊന്ന് നോക്കിക്കോ. തിരുവിതാംകൂറിൽ അടിമ കച്ചവടം നിർത്തലാക്കിയ ഭരണാധികാരിയാണ് റാണി ഗൗരി ലക്ഷ്മിബായി. ഗൗരി ലക്ഷ്മിബായിയെ കുറിച്ച് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ പഠിച്ചു കഴിഞ്ഞു. പറഞ്ഞതെല്ലാം വളരെ കൃത്യമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്തത് നമുക്ക് ഗൗരി പാർവതി ബായിയെ കുറിച്ച് നോക്കാം. കാലഘട്ടം ഒന്ന് നോക്കിയേ. 1815 മുതൽ 1829 വരെ. ആധുനിക തിരുവിതാംകൂറിൽ ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ അധികാരമേറ്റ ഭരണാധികാരിയാണ് റാണി ഗൗരി പാർവതി ബായി. ആധുനിക തിരുവിതാംകൂറിൽ ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ അധികാരമേറ്റ ഭരണാധികാരിയാണ് റാണി ഗൗരി പാർവതി ബായി. തിരുവിതാംകൂറിൽ താഴ്ന്ന ജാതിക്കാർക്ക് സ്വർണം വെള്ളി ആഭരണങ്ങൾ അണിയാൻ അനുമതി നൽകിയത് ഗൗരി പാർവതി ബായി ആണ്. തിരുവിതാംകൂറിൽ താഴ്ന്ന ജാതിക്കാർക്ക് സ്വർണം വെള്ളി ആഭരണങ്ങൾ അണിയാൻ അനുമതി നൽകിയത് ആരാണ്? ഗൗരി പാർവതി ബായി ആണ്. ജാതിയുടെയോ പദവിയുടെയോ വ്യത്യാസം ബാധകമാകാതെ എല്ലാവർക്കും വീടുകൾ ഓടുമേയുന്നതിനുള്ള അവകാശം അനുവദിച്ചുകൊണ്ട് വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ ഭരണാധികാരിയാണ് റാണി ഗൗരി പാർവതി ബായി. ജാതിയുടെയോ പദവിയുടെയോ വ്യത്യാസം ഒന്നുമില്ലാതെ എല്ലാവർക്കും വീടുകൾ ഓടുമേയുന്നതിനുള്ള അവകാശം അനുവദിച്ചുകൊണ്ട് വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ ഭരണാധികാരിയാണ് റാണി ഗൗരി പാർവതി ബായി. പ്രാഥമിക വിദ്യാഭ്യാസം നിർബന്ധിതമാക്കിയ തിരുവിതാംകൂർ ഭരണാധികാരിയാണ് റാണി ഗൗരി പാർവതി ബായി. ഒന്ന് നോക്കിക്കോ ഈ പോയിന്റ്. പ്രാഥമിക വിദ്യാഭ്യാസം നിർബന്ധിതമാക്കിയ തിരുവിതാംകൂർ ഭരണാധികാരിയാണ് റാണി ഗൗരി പാർവതി ബായി. സർക്കാരിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ വേതനം നൽകാതെ തൊഴിലാളികളെ പണിയെടുപ്പിച്ചിരുന്ന പതിവ്, അതായത് ഉഴിയവേല, അവസാനിപ്പിച്ച തിരുവിതാംകൂർ ഭരണാധികാരിയാണ് റാണി ഗൗരി പാർവതി ബായി. സർക്കാരിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ വേതനം നൽകാതെ തൊഴിലാളികളെ പണിയെടുപ്പിച്ചിരുന്ന ഒരു പതിവുണ്ടായിരുന്നു. അതിന് പറയുന്നു ഉഴിയവേല. അത് അവസാനിപ്പിച്ച തിരുവിതാംകൂർ ഭരണാധികാരിയാണ് റാണി ഗൗരി പാർവതി ബായി. അടുത്തത് നമുക്ക് സ്വാതി തിരുനാളിനെ കുറിച്ച് നോക്കാം. കാലഘട്ടം നോക്കിയ 1829 മുതൽ 1846 വരെ. ദക്ഷിണ ഭോജൻ എന്നറിയപ്പെട്ട തിരുവിതാംകൂർ രാജാവാണ് സ്വാതി തിരുനാൾ. ദക്ഷിണ ഭോജൻ എന്നറിയപ്പെട്ട തിരുവിതാംകൂർ രാജാവാണ് സ്വാതി തിരുനാൾ. ആധുനിക തിരുവിതാംകൂറിന്റെ സുവർണ കാലഘട്ടം എന്നറിയപ്പെട്ടത് സ്വാതി തിരുനാൾ രാജാവിന്റെ കാലമാണ്. സംഗീതജ്ഞെന്നും പേര് കേട്ട തിരുവിതാംകൂർ രാജാവാണ് സ്വാതി തിരുനാൾ. സംഗീതജ്ഞെന്നും പേര് കേട്ട തിരുവിതാംകൂർ രാജാവാണ് സ്വാതി തിരുനാൾ. കലാകാരന്മാരിൽ രാജാവും രാജാക്കന്മാരിൽ കലാകാരനും എന്നറിയപ്പെട്ട തിരുവിതാംകൂർ രാജാവാണ് സ്വാതി തിരുനാൾ. കലാകാരന്മാരിൽ രാജാവും രാജാക്കന്മാരിൽ കലാകാരനും എന്നറിയപ്പെട്ട തിരുവിതാംകൂർ രാജാവാണ് സ്വാതി തിരുനാൾ. ഏത് രാജാവിന്റെ കാലത്താണ് തിരുവിതാംകൂറിൽ സർക്കാർ ആഭിമുഖ്യത്തിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് തുടക്കം കുറിച്ചത്? സ്വാതി തിരുനാൾ. സ്വാതി തിരുനാളിന്റെ കാലത്താണ് തിരുവിതാംകൂറിൽ സർക്കാർ ആഭിമുഖ്യത്തിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് തുടക്കം കുറിച്ചത്. ശുചിത്രം കൈമുക്ക് എന്ന പ്രാകൃത ശിക്ഷാ സമ്പ്രദായം നിർത്തലാക്കിയ തിരുവിതാംകൂർ രാജാവാണ് സ്വാതി തിരുനാൾ. ശുചിത്രം കൈമുക്ക് എന്ന പ്രാകൃത ശിക്ഷാ സമ്പ്രദായം നിർത്തലാക്കിയ തിരുവിതാംകൂർ രാജാവ് സ്വാതി തിരുനാൾ രാജാവ്. തിരുവിതാംകൂറിലെ ഏത് ബ്രിട്ടീഷ് റെസിഡന്റുമായാണ് സ്വാതി തിരുനാളിന് അഭിപ്രായ വ്യത്യാസം ഉണ്ടായത്? ജനറൽ കള്ളൻ. തിരുവിതാംകൂറിലെ ജനറൽ കള്ളൻ ബ്രിട്ടീഷ് റെസിഡന്റുമായാണ് സ്വാതി തിരുനാളിന് അഭിപ്രായ വ്യത്യാസം ഉണ്ടായത്. ഏത് തിരുവിതാംകൂർ രാജാവിന്റെ കാലത്താണ് ഹജൂർ കച്ചേരി കൊല്ലത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് മാറ്റിയത്? സ്വാതി തിരുനാളിന്റെ കാലത്താണ്. സ്വാതി തിരുനാൾ രാജാവിന്റെ കാലത്താണ് ഹജൂർ കച്ചേരി കൊല്ലത്തു നിന്ന് തിരുവനന്തപുരത്തേക്ക് മാറ്റിയത്. വിഷജന്തുക്കൾക്കിടയിൽ കുറ്റവാളിയെ തള്ളിവിട്ട് വിഷമേറ്റാൽ കുറ്റവാളിയാണ് എന്ന് നിശ്ചയിക്കുന്ന ആചാരം നിർത്തലാക്കിയ തിരുവിതാംകൂർ രാജാവാണ് സ്വാതി തിരുനാൾ. വിഷജന്തുക്കൾക്കിടയിലെ കുറ്റവാളിയെ തള്ളിവിട്ട് വിഷമേറ്റാൽ കുറ്റവാളിയാണ് എന്ന് നിശ്ചയിക്കുന്ന ആചാരം നിർത്തലാക്കിയ തിരുവിതാംകൂർ രാജാവാണ് സ്വാതി തിരുനാൾ. തിരുവനന്തപുരത്ത് പബ്ലിക് ലൈബ്രറി സ്ഥാപിച്ച രാജാവാണ് സ്വാതി തിരുനാൾ. തിരുവനന്തപുരത്ത് പബ്ലിക് ലൈബ്രറി സ്ഥാപിച്ച രാജാവ് ആരായിരുന്നു? സ്വാതി തിരുനാൾ. അടുത്തത് നമുക്ക് ഉത്രം തിരുനാൾ രാജാവിനെ കുറിച്ച് നോക്കാം. ഉത്രം തിരുനാൾ കാലഘട്ടം നോക്കിയേ 1846 മുതൽ 1860 വരെ. അനന്ത വിക്ടോറിയ മാർത്താണ്ഡൻ കനാൽ നിർമ്മാണത്തിന് തുടക്കം കുറിച്ച തിരുവിതാംകൂർ രാജാവാണ് ഉത്രം തിരുനാൾ. അനന്ത വിക്ടോറിയ മാർത്താണ്ഡൻ കനാൽ നിർമ്മാണത്തിന് തുടക്കം കുറിച്ച തിരുവിതാംകൂർ രാജാവാണ് ഉത്രം തിരുനാൾ. 1857 കലാപ സമയത്ത് കാൺപൂരിലെ കലാപബാധിതരെ സഹായിക്കുവാൻ സഹായനിധി രൂപവൽക്കരിച്ച തിരുവിതാംകൂർ രാജാവാണ് ഉത്രം തിരുനാൾ.
1857 കലാപ സമയത്ത് കാൺപൂരിലെ കലാപ ബാധിതരെ സഹായിക്കുവാൻ സഹായനിധി രൂപവൽക്കരിച്ച തിരുവിതാംകൂർ രാജാവാണ് ഉത്രം തിരുനാൾ. പാശ്ചാത്യ വൈദ്യശാസ്ത്രം അഭ്യസിക്കുകയും ചികിത്സിക്കുകയും ചെയ്ത തിരുവിതാംകൂർ രാജാവാണ് ഉത്രം തിരുനാൾ. പാശ്ചാത്യ വൈദ്യശാസ്ത്രം അഭ്യസിക്കുകയും ചികിത്സിക്കുകയും ചെയ്ത തിരുവിതാംകൂർ രാജാവ് ആരായിരുന്നു? ഉത്രം തിരുനാൾ രാജാവ്. 1859 തിരുവനന്തപുരത്ത് പെൺകുട്ടികൾക്ക് വേണ്ടി സ്കൂൾ സ്ഥാപിച്ച ഭരണാധികാരിയാണ് ഉത്രം തിരുനാൾ. 1859 തിരുവനന്തപുരത്ത് പെൺകുട്ടികൾക്ക് വേണ്ടി സ്കൂൾ സ്ഥാപിച്ച ഭരണാധികാരിയാണ് ഉത്രം തിരുനാൾ. അടുത്തത് നമുക്ക് ആയില്യം തിരുനാൾ രാജാവിനെ കുറിച്ച് നോക്കാം. ആയില്യം തിരുനാൾ രാജാവ് കാലഘട്ടം 1860 മുതൽ 1880 വരെ. തിരുവിതാംകൂറിലെ പുരോഗമനാത്മകമായ ഭരണത്തിന്റെ അംഗീകാരമായി ബ്രിട്ടീഷ് രാജ്ഞിയിൽ നിന്ന് 1866 മഹാരാജ എന്ന ബിരുദം ലഭിച്ചത് ആയില്യം തിരുനാൾ രാജാവിനാണ്. ഒന്നുകൂടി നോക്കിയേ. തിരുവിതാംകൂറിലെ പുരോഗമനാത്മകമായ ഭരണത്തിന്റെ അംഗീകാരമായി ബ്രിട്ടീഷ് രാജ്ഞിയിൽ നിന്ന് 1866 മഹാരാജ എന്ന ബിരുദം ലഭിച്ചത് ആയില്യം തിരുനാൾ രാജാവിനാണ്. സർക്കാർ അഞ്ചൽ പൊതുജനങ്ങൾക്കും ഉപയോഗിക്കുന്നതിനുള്ള സംവിധാനം ഏർപ്പെടുത്തിയ രാജാവാണ് ആയില്യം തിരുനാൾ. സർക്കാർ അഞ്ചൽ പൊതുജനങ്ങൾക്കും ഉപയോഗിക്കുന്നതിനുള്ള സംവിധാനം ഏർപ്പെടുത്തിയ രാജാവാണ് ആയില്യം തിരുനാൾ. തിരുവിതാംകൂറിൽ പണ്ടാരപ്പാട്ടം വിളംബരം പുറപ്പെടുവിച്ചത് ഏത് രാജാവിന്റെ കാലത്താണ്? ആയില്യം തിരുനാൾ രാജാവിന്റെ കാലത്താണ്. ആ പോയിന്റ് ഒന്ന് നോക്കിക്കോളൂ. തിരുവിതാംകൂറിൽ പണ്ടാരപ്പാട്ട വിളംബരം പുറപ്പെടുവിച്ചത് ആയില്യം തിരുനാൾ രാജാവിന്റെ കാലത്താണ്. കേരളത്തിലെ ആദ്യത്തെ തൂക്കുപാലമായ പുനലൂർ തൂക്കുപാലം, അപ്പൊ അവിടെ ഒരു ക്വസ്റ്റ്യൻ കൂടി ആയില്ലേ. കേരളത്തിലെ ആദ്യത്തെ തൂക്കുപാലം പുനലൂർ തൂക്കുപാലം നിർമ്മിച്ചത് ഏത് രാജാവിന്റെ കാലത്താണ്? ആയില്യം തിരുനാൾ രാജാവിന്റെ കാലത്താണ്. ഇപ്പോഴത്തെ കേരള സെക്രട്ടേറിയറ്റ് മന്ദിരം പണി കഴിപ്പിച്ച രാജാവാണ് ആയില്യം തിരുനാൾ രാജാവ്. ഇപ്പോഴത്തെ കേരള സെക്രട്ടേറിയറ്റ് മന്ദിരം പണി കഴിപ്പിച്ച രാജാവാണ് ആയില്യം തിരുനാൾ രാജാവ്. അടുത്ത് നമുക്ക് വിശാഖം തിരുനാൾ രാജാവിനെ കുറിച്ച് നോക്കാം. കാലഘട്ടം 1880 മുതൽ 1885. തിരുവിതാംകൂറിലെ മരിച്ചീനി കൃഷി പ്രോത്സാഹിപ്പിച്ച രാജാവാണ് വിശാഖം തിരുനാൾ. തിരുവിതാംകൂറിലെ മരിച്ചീനി കൃഷി പ്രോത്സാഹിപ്പിച്ച രാജാവാണ് വിശാഖം തിരുനാൾ. ആയില്യം തിരുനാളുമായുള്ള നീരസത്തിൽ തടങ്കലിൽ പാർപ്പിച്ചിരുന്ന കേരളവർമ്മ വലിയ കോയി തമ്പുരാനെ മോചിപ്പിച്ചത് വിശാഖം തിരുനാളാണ്. ആയില്യം തിരുനാളുമായുള്ള നീരസത്തിൽ തടങ്കലിൽ പാർപ്പിച്ചിരുന്ന കേരളവർമ്മ വലിയ കോയി തമ്പുരാനെ മോചിപ്പിച്ചത് ആരാണ്? വിശാഖം തിരുനാളാണ്. ആരുടെ നിർദ്ദേശപ്രകാരമാണ് മഹച്ചരിത സംഗ്രഹം എന്ന പുസ്തകം കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ രചിച്ചത്? വിശാഖം തിരുനാളിന്റെ നിർദ്ദേശപ്രകാരമാണ്. വിശാഖം തിരുനാൾ രാജാവിന്റെ നിർദ്ദേശപ്രകാരമാണ് മഹച്ചരിത സംഗ്രഹം എന്ന പുസ്തകം കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ രചിച്ചത്. മലയാളത്തിലെ ആദ്യത്തെ ജീവചരിത്ര ഗ്രന്ഥകാരന്മാരിൽ ഒരാളായും പരിഗണിക്കപ്പെടുന്ന തിരുവിതാംകൂർ രാജാവാണ് വിശാഖം തിരുനാൾ. മലയാളത്തിലെ ആദ്യത്തെ ജീവചരിത്ര ഗ്രന്ഥകാരന്മാരിൽ ഒരാളായും പരിഗണിക്കപ്പെടുന്ന തിരുവിതാംകൂർ രാജാവാണ് വിശാഖം തിരുനാൾ രാജാവ്. തിരുവിതാംകൂറിൽ സമ്പൂർണ്ണ ഭൂസർവേ നടത്തിയത് ഏത് രാജാവിന്റെ കാലത്താണ്? വിശാഖം തിരുനാൾ രാജാവിന്റെ കാലത്താണ്. തിരുവിതാംകൂറിൽ സമ്പൂർണ്ണ ഭൂസർവേ നടത്തിയത് വിശാഖം തിരുനാൾ രാജാവിന്റെ കാലത്താണ്. അടുത്തത് നമുക്ക് ശ്രീമൂലം തിരുനാൾ രാജാവിനെ കുറിച്ച് നോക്കാം. 1885 മുതൽ 1924 വരെയാണ് കാലഘട്ടം. ഏത് രാജാവിന്റെ കാലത്താണ് ഒരു വൈസ്രോയി ആദ്യമായി തിരുവിതാംകൂർ സന്ദർശിച്ചത്? ശ്രീമൂലം തിരുനാൾ രാജാവിന്റെ കാലത്താണ്. 1900 കേട്ടോ. ഏത് രാജാവിന്റെ കാലത്താണ് ഒരു വൈസ്രോയി ആദ്യമായി തിരുവിതാംകൂർ സന്ദർശിച്ചത്? ശ്രീമൂലം തിരുനാൾ രാജാവിന്റെ കാലത്ത്. മുല്ലപ്പെരിയാർ അണക്കെട്ട് കമ്മീഷൻ ചെയ്ത സമയത്തെ തിരുവിതാംകൂർ രാജാവാണ് ശ്രീമൂലം തിരുനാൾ. മുല്ലപ്പെരിയാർ അണക്കെട്ട് കമ്മീഷൻ ചെയ്ത സമയത്തെ തിരുവിതാംകൂർ രാജാവ് ശ്രീമൂലം തിരുനാൾ. ഒന്നാം ലോക മഹായുദ്ധ കാലത്തെ തിരുവിതാംകൂർ രാജാവ് ശ്രീമൂലം തിരുനാൾ. ഓരോ ക്വസ്റ്റ്യൻസും ശ്രദ്ധിച്ചു കേൾക്കാം. ഒന്നാം ലോക മഹായുദ്ധ കാലത്തെ തിരുവിതാംകൂർ രാജാവാണ് ശ്രീമൂലം തിരുനാൾ. തിരുവിതാംകൂറിൽ ശ്രീമൂലം പ്രജാസഭ പ്രവർത്തനം ആരംഭിച്ച വർഷമാണ് 1904. ആ പോയിന്റ് ഒന്ന് നോട്ട് ചെയ്തോളൂ. തിരുവിതാംകൂറിൽ ശ്രീമൂലം പ്രജാസഭ പോപ്പുലർ അസംബ്ലി പ്രവർത്തനം ആരംഭിച്ച വർഷമാണ് 1904. തിരുവിതാംകൂറിൽ പുരാവസ്തു വകുപ്പ് ആരംഭിച്ച രാജാവാണ് ശ്രീമൂലം തിരുനാൾ. പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കിയ തിരുവിതാംകൂർ രാജാവാണ് ശ്രീമൂലം തിരുനാൾ. ആ പോയിന്റും കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കിയ തിരുവിതാംകൂർ രാജാവാണ് ശ്രീമൂലം തിരുനാൾ.
ധർമ്മരാജാവ് കഴിഞ്ഞാൽ തിരുവിതാംകൂർ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കാലം ഭരിച്ച രാജാവാണ് ശ്രീമൂലം തിരുനാൾ. ധർമ്മരാജാവ് കഴിഞ്ഞാൽ തിരുവിതാംകൂർ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഭരിച്ച രാജാവാണ് ശ്രീമൂലം തിരുനാൾ. വൈക്കം സത്യാഗ്രഹം തുടങ്ങിയ സമയത്ത് തിരുവിതാംകൂർ രാജാവാണ് ശ്രീമൂലം തിരുനാൾ. വൈക്കം സത്യാഗ്രഹം തുടങ്ങിയ സമയത്ത് തിരുവിതാംകൂറിലെ രാജാവ് ആരായിരുന്നു? ശ്രീമൂലം തിരുനാൾ രാജാവാണ്. മലയാളി മെമ്മോറിയലും ഒന്നാം ഈഴവ മെമ്മോറിയലും സമർപ്പിക്കപ്പെട്ട തിരുവിതാംകൂർ രാജാവാണ് ശ്രീമൂലം തിരുനാൾ. മലയാളി മെമ്മോറിയലും ഒന്നാം ഈഴവ മെമ്മോറിയലും സമർപ്പിക്കപ്പെട്ട തിരുവിതാംകൂർ രാജാവ് ആരാണ്? ശ്രീമൂലം തിരുനാൾ. തിരുവിതാംകൂറിൽ ആദ്യത്തെ നായർ റെഗുലേഷൻ ആക്ട് പാസാക്കിയത് ഏത് ഭരണാധികാരിയുടെ കാലത്താണ്? ശ്രീമൂലം തിരുനാൾ ഭരണാധികാരിയുടെ. ഒന്നുകൂടി നോക്കിയേ, തിരുവിതാംകൂറിൽ 1912 ആദ്യത്തെ നായർ റെഗുലേഷൻ ആക്ട് പാസാക്കി. അത് ഏത് ഭരണാധികാരിയുടെ കാലത്താണ്? ശ്രീമൂലം തിരുനാൾ ഭരണാധികാരിയുടെ കാലത്താണ്. അടുത്തത് നമുക്ക് സേതു ലക്ഷ്മിബായിയെ കുറിച്ച് നോക്കാം. സേതു ലക്ഷ്മിബായി 1925 മുതൽ 1931 വരെ തിരുവിതാംകൂറിലെ നായർ സമുദായങ്ങൾക്ക് മരുമക്കത്തായത്തിന് പകരം മക്കത്തായം നിലവിൽ വന്നത് ഏത് നിയമപ്രകാരമാണ്? 1925 രണ്ടാം നായർ റെഗുലേഷൻ ആക്ട് പ്രകാരമാണ്. തിരുവിതാംകൂറിലെ നായർ സമുദായങ്ങൾക്ക് മരുമക്കത്തായത്തിന് പകരം മക്കത്തായം നിലവിൽ വന്നത് 1925 രണ്ടാം നായർ റെഗുലേഷൻ ആക്ട് പ്രകാരമാണ്. 1925 ഗാന്ധിജി സന്ദർശിച്ച തിരുവിതാംകൂർ ഭരണാധികാരിയാണ് റാണി സേതുലക്ഷ്മിബായി. 1925 ഗാന്ധിജി സന്ദർശിച്ച തിരുവിതാംകൂർ ഭരണാധികാരിയാണ് റാണി സേതുലക്ഷ്മിബായി. 1924 ശ്രീമൂലം തിരുനാൾ അന്തരിച്ചപ്പോൾ 1925 റീജന്റായി അധികാരത്തിൽ വന്നതാരാണ്? സേതുലക്ഷ്മിബായി ആണ്. 1924 ശ്രീമൂലം തിരുനാൾ അന്തരിച്ചപ്പോൾ 1925 റീജന്റായി അധികാരത്തിൽ വന്നത് സേതുലക്ഷ്മിബായി ആണ്. അറ്റ് ദ ടേൺ ഓഫ് ദ ടൈഡ് ഏത് തിരുവിതാംകൂർ ഭരണാധികാരിയുടെ ജീവചരിത്രമാണ്? സേതുലക്ഷ്മിബായിയുടെയാണ്. സേതുലക്ഷ്മിബായി ഭരണാധികാരിയുടെ ജീവചരിത്രമാണ് അറ്റ് ദ ടേൺ ഓഫ് ദ ടൈഡ്. തിരുവിതാംകൂറിൽ 1925 രണ്ടാം നായർ റെഗുലേഷൻ ആക്ട് പാസാക്കിയ സമയത്തെ ഭരണാധികാരിയാണ് റാണി സേതുലക്ഷ്മിബായി. തിരുവിതാംകൂറിൽ 1925 രണ്ടാം നായർ റെഗുലേഷൻ ആക്ട് പാസാക്കിയ സമയത്ത് ഭരണാധികാരി റാണി സേതുലക്ഷ്മിബായി. നമ്മൾ പഠിച്ചു അല്ലെ, തിരുവിതാംകൂറിലെ നായർ സമുദായങ്ങൾക്ക് മരുമക്കത്തായത്തിന് പകരം മക്കത്തായം നിലവിൽ വന്നതാണ് 1925 രണ്ടാം നായർ റെഗുലേഷൻ ആക്ട് പ്രകാരം വന്നതൊക്കെ പഠിച്ചു. അത് ഈ രണ്ടാം നായർ റെഗുലേഷൻ ആക്ട് ആര് ഭരണാധികാരി ആയിരിക്കുമ്പോഴാണ് വന്നത്? റാണി സേതുലക്ഷ്മിബായി. ഗ്രാമപ്രദേശങ്ങളിൽ സ്വയം ഭരണം വികസിക്കുന്നതിന് വേണ്ടി 1925 ഒരു നിയമത്തിലൂടെ ഗ്രാമപഞ്ചായത്തുകൾ രൂപവൽക്കരിച്ച ഭരണാധികാരിയാണ് സേതുലക്ഷ്മിബായി. ഗ്രാമപ്രദേശങ്ങളിൽ സ്വയം ഭരണം വികസിക്കുന്നതിന് വേണ്ടി 1925 ഒരു നിയമത്തിലൂടെ ഗ്രാമപഞ്ചായത്തുകൾ രൂപവൽക്കരിച്ച ഭരണാധികാരിയാണ് സേതു ലക്ഷ്മിബായി. 1928 തിരുവിതാംകൂറിലെ ക്ഷേത്ര നിരത്തുകളിൽ അവർണർക്ക് സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിച്ച ഭരണാധികാരിയാണ് സേതു ലക്ഷ്മിബായി. 1928 തിരുവിതാംകൂറിലെ ക്ഷേത്ര നിരത്തുകളിൽ അവർണർക്ക് സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിച്ച ഭരണാധികാരിയാണ് സേതു ലക്ഷ്മിബായി. 20-ാം നൂറ്റാണ്ടിൽ തിരുവിതാംകൂർ ഭരിച്ച ഏക വനിതയാണ് സേതു ലക്ഷ്മിബായി. 20-ാം നൂറ്റാണ്ടിൽ തിരുവിതാംകൂർ ഭരിച്ച ഏക വനിതയാണ് സേതു ലക്ഷ്മിബായി. തിരുവിതാംകൂർ ചരിത്രത്തിലെ അവസാനത്തെ വനിതാ ഭരണാധികാരിയാണ് സേതു ലക്ഷ്മിബായി. തിരുവിതാംകൂർ ചരിത്രത്തിലെ അവസാനത്തെ വനിതാ ഭരണാധികാരിയാണ് സേതു ലക്ഷ്മിബായി. തിരുവിതാംകൂറിൽ കുടിക്കാരി സമ്പ്രദായം അഥവാ ദേവദാസി വ്യവസ്ഥ നിർത്തലാക്കിയ ഭരണാധികാരിയാണ് സേതു ലക്ഷ്മിബായി. തിരുവിതാംകൂറിൽ കുടിക്കാരി സമ്പ്രദായം അഥവാ എന്താണ് അതിന് പറയാ? ദേവദാസി വ്യവസ്ഥ നിർത്തലാക്കിയ ഭരണാധികാരിയാണ് സേതു ലക്ഷ്മിബായി. അടുത്തത് നമുക്ക് ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയെ കുറിച്ച് നോക്കാം. ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ 1931 മുതൽ 1949 വരെ ഏത് രാജാവിന്റെ കാലത്താണ് പള്ളിവാസൽ പദ്ധതി പ്രവർത്തനക്ഷമമായത്? ചിത്തിര തിരുനാൾ രാജാവിന്റെ കാലത്താണ്. ചിത്തിര തിരുനാൾ രാജാവിന്റെ കാലത്താണ് പള്ളിവാസൽ പദ്ധതി പ്രവർത്തനക്ഷമമായത്. ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളിൽ ആദ്യമായി വധശിക്ഷ നിർത്തലാക്കിക്കൊണ്ട് ഉത്തരവിറക്കിയ ഭരണാധികാരിയാണ് ശ്രീ ചിത്തിര തിരുനാൾ. ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളിൽ ആദ്യമായി വധശിക്ഷ നിർത്തലാക്കിക്കൊണ്ട് ഒരു ഉത്തരവിറക്കിയ ഭരണാധികാരിയാണ്
ശ്രീ ചിത്ര തിരുനാൾ. അവസാനത്തെ തിരുവിതാംകൂർ രാജാവാണ് ശ്രീ ചിത്ര തിരുനാൾ. നമ്മൾ പഠിച്ചു അല്ലെ, തിരുവിതാംകൂർ ചരിത്രത്തിലെ അവസാനത്തെ വനിതാ ഭരണാധികാരി ആരായിരുന്നു? സേതുലക്ഷ്മിബായി. അവസാനത്തെ തിരുവിതാംകൂർ രാജാവ് ആരാണ്? ചിത്തിര തിരുനാൾ. ക്ഷേത്ര പ്രവേശന വിളംബരത്തിൽ ഒപ്പുവെച്ച തിരുവിതാംകൂർ രാജാവാണ് ശ്രീ ചിത്തിര തിരുനാൾ. അതൊന്ന് നോട്ട് ചെയ്തോളൂ. ക്ഷേത്ര പ്രവേശന വിളംബരത്തിൽ ഒപ്പുവെച്ച തിരുവിതാംകൂർ രാജാവാണ് ശ്രീ ചിത്തിര തിരുനാൾ. ഏത് രാജാവിന്റെ കാലത്താണ് 1937 തിരുവിതാംകൂർ സർവകലാശാല നിലയിൽ വന്നത്? ചിത്തിര തിരുനാൾ രാജാവിന്റെ കാലത്താണ്. ചിത്തിര തിരുനാൾ രാജാവിന്റെ കാലത്താണ് 1937 തിരുവിതാംകൂർ സർവകലാശാല നിലവിൽ വന്നത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്തെ തിരുവിതാംകൂർ രാജാവാണ് ചിത്തിര തിരുനാൾ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്തെ തിരുവിതാംകൂർ രാജാവ് ആരാണ്? ചിത്തിര തിരുനാളാണ്. മാർപ്പാപ്പയെ സന്ദർശിച്ച ആദ്യ തിരുവിതാംകൂർ രാജാവാണ് ചിത്തിര തിരുനാൾ. മാർപ്പാപ്പയെ സന്ദർശിച്ച ആദ്യ തിരുവിതാംകൂർ രാജാവാണ് ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ രാജാവ്. ഏത് രാജാവിന്റെ കാലത്താണ് തിരുവിതാംകൂറിൽ ഉദ്യോഗസ്ഥ നിയമനത്തിന് പബ്ലിക് സർവീസ് കമ്മീഷനെ നിയോഗിച്ചത്? ചിത്തിര തിരുനാൾ രാജാവിന്റെ കാലത്താണ്. ചിത്തിര തിരുനാൾ രാജാവിന്റെ കാലത്താണ് തിരുവിതാംകൂറിൽ ഉദ്യോഗസ്ഥ നിയമനത്തിന് പബ്ലിക് സർവീസ് കമ്മീഷണറെ നിയമിച്ചത്. ഏത് രാജാവിന്റെ കാലത്താണ് തിരുവിതാംകൂറിൽ ഉത്തരവാദ ഭരണ പ്രക്ഷോഭം നടന്നത്? ചിത്തിര തിരുനാൾ രാജാവിന്റെ കാലത്താണ്. ചിത്തിര തിരുനാൾ രാജാവിന്റെ കാലത്താണ് തിരുവിതാംകൂറിൽ ഉത്തരവാദ ഭരണ പ്രക്ഷോഭം നടന്നത്. സ്വാതന്ത്ര്യാനന്തരം തിരുവിതാംകൂറിൽ ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ വഹിച്ചിരുന്ന പദവിയാണ് രാജപ്രമുഖൻ. ഒന്ന് നോക്കിയേ, സ്വാതന്ത്ര്യാനന്തരം തിരുവിതാംകൂറിൽ ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ വഹിച്ചിരുന്ന പദവിയാണ് രാജപ്രമുഖൻ. ചിത്തിര തിരുനാൾ അന്തരിച്ച വർഷമാണ് 1991. ചിത്തിര തിരുനാൾ അന്തരിച്ച വർഷം 1991. ചിത്തിര തിരുനാളിന്റെ അന്ത്യവിശ്രമ സ്ഥാനമാണ് പഞ്ചവടി. ചിത്തിര തിരുനാളിന്റെ അന്ത്യവിശ്രമ സ്ഥാനം പഞ്ചവടി. തിരുവിതാംകൂറിലെ ഭരണാധികാരികളെ കുറിച്ചാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്തത്. ഓരോ ഭരണാധികാരികളെയും കുറിച്ച് ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ വിശദമായി പറഞ്ഞു കഴിഞ്ഞു. പറഞ്ഞ കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ പുതിയ ടോപ്പിക്കുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ. താങ്ക് യു.